ഹലോ, രച്ചു ആണേ. ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ടൗണിലേക്കൊന്ന് ഇറങ്ങി കേട്ടോ. എന്തിനാണെന്നായിരിക്കും, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഇറങ്ങി. വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് പോയിട്ട് എവിടെയാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാവും. ഓണമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എവിടെയായിരിക്കും എന്നറിയാം. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മളെല്ലാവരും ഒന്ന് ടൗണിലേക്ക് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടൗണിൽ പോയി. നിങ്ങൾ കാണുന്നുണ്ടാവും, ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കണ്ണൂർ ടൗണ് കുറേ വർഷത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു ഫെയർ വന്നിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ. ഭയങ്കരമായിട്ട് ചുമ്മുവാണേലും മാളുവാണേലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നയാഗ്ര വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷമായി ഇതുപോലത്തെ ഒന്ന് കണ്ടിട്ട്. സാധാരണ ഫെയർ വരുമ്പോൾ ഓണം ഫെയറും വിഷുവിൻ്റെ ഫെയറൊക്കെ വന്നു കഴിഞ്ഞാലും മേളയൊക്കെ വന്നു കഴിഞ്ഞാലും അത്ര വലിയൊരു ഉണ്ടാവില്ലേ, നമ്മൾ കണ്ട് മടുക്കുന്നൊരു സംഭവമായിരിക്കും. പക്ഷേ ഇപ്രാവശ്യത്തെ ഫെയർ നല്ല മാറ്റമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരുപാട് ബേഡ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞ് പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല കൃത്യമായിട്ട്. പിന്നെ ചെവിയിലൊക്കെ വെച്ചിട്ട് പേടിപ്പിക്കുന്നൊരു സാധനം, ചെവിയിലല്ല സോറി കണ്ണിൽ ഇങ്ങനൊരു കണ്ണട പോലത്തെ വെച്ചിട്ട്, എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അത് വെച്ചിട്ട് നമ്മളെവിടെയോ എത്തിപ്പെടുന്ന ഒരു പോലത്തെ സംഭവം. അപ്പോൾ ഇവരെല്ലാവരും മാറി മാറി പ്രയോഗിച്ചു. പക്ഷേ കുറച്ചും കൂടെ എഫക്റ്റ് ആയത് മാളൂട്ടിക്കായിരുന്നു. മാളൂട്ടിക്ക് രാജീവനും കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ബാലൻസ് പോകുന്ന പോലത്തെ പ്രശ്നമൊക്കെ. പക്ഷേ നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. മാളൂട്ടി പക്ഷെ നന്നായിട്ട് പേടിച്ചു. മാളൂട്ടിൻ്റെ ഇപ്പുറത്തുള്ള അവരൊക്കെ നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നോട്ടം പോയത് ഇതിലേക്കാണ്, കമ്മൽ. പക്ഷേ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. കമ്മൽ എനിക്കൊരു വീക്ക്നെസ്സാണ് എപ്പോഴും. പിന്നെ ഹലുവ പിന്നെ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുമ്മു ബോസ് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. അങ്ങനെ ചുമ്മൂസിന് ഒരു പൊട്ടറ്റോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ സംഭവം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് ചുമ്മൂസിന് അധികം പേടിയുണ്ടായിട്ടില്ല. പക്ഷേ മാളൂസൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കണ്ടില്ലേ, ഭയങ്കര ചിരിയായിരുന്നു. ആ ഉമ്മ ഭയങ്കര കാർച്ചിയും ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. അത് കണ്ടിട്ട് നമുക്ക് അവിടെ നിൽക്കുന്നവർക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ചിരിച്ച് ഞങ്ങളെല്ലാം ഒരു സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ചുമ്മൂസിന് വലിയ എഫക്റ്റ് ആയിട്ടില്ല. അവന് ചെറിയ കുട്ടിയായതുകൊണ്ട് അധികം വലുതായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷേ മാളൂട്ടിക്കും രാജീവേണ്ണനും കുറച്ച്, ഞാനത് പ്രയോഗിച്ചില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാനത് പ്രയോഗിച്ചില്ല. ബാക്കിയുള്ളവരെല്ലാം ഒന്ന് കയറി എല്ലാം നോക്കി. പക്ഷേ മാളൂട്ടി പറഞ്ഞു ഭയങ്കര പേടിയായിരുന്നു, ബാലൻസ് തെറ്റുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചിട്ട് എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി. ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതും എല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ച് എന്നാൽ പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങല്ലേ കേട്ടോ. കാരണം അന്നത്തെ ദിവസം ഭയങ്കര ടയേർഡായിരുന്നു. അതിൻ്റെ കൂടെ മേള കാണാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം എക്സാം ആയാൽ പോകാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, വെക്കേഷനായി ഒട്ടും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് എല്ലാം കൊണ്ടും വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം വെറുതെ ഒന്ന് കറങ്ങി എക്സാമിന് മുമ്പ്. പിന്നെ എക്സാം ആയിക്കഴിഞ്ഞാൽ മാളൂട്ടിയിട്ട് എന്തായതുകൊണ്ട് എവിടെ ഇറങ്ങില്ല. അവൾക്ക് കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവൾ എവിടെയും ഇറങ്ങിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ തന്നെ പോയി. ഇന്നത്രയേ ഉള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്.